അലനല്ലൂർ പഞ്ചായത്തിൽ LDF ഭരണസമിതി വരികയാണെങ്കിൽ നമ്മുടെ ആരോഗ്യ കേന്ദ്രം ഒരു കിടത്തി ചികിത്സാ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ നാളുകളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി ഒട്ടേറെ പ്രക്ഷോഭ സമരങ്ങൾ നടത്തിയ വിഷയമാണ് അലനല്ലൂരിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ ഇത് പുതിയൊരു സംവിധാനമല്ല. നിലവിൽ അലനല്ലൂരിൽ ഉണ്ടായിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു. നല്ല രൂപത്തിൽ അത് നടന്നിരുന്നതാണ്. അതിനിടക്കാലത്ത് നിന്നുപോയതാണ്. അത് പുനരാരംഭിക്കണം എന്ന ഡിമാൻഡ് വെച്ചുകൊണ്ട് ഒട്ടേറെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഇടതുപക്ഷം നടത്തിയതാണ്. പക്ഷേ അതിന് മുൻകൈ എടുക്കേണ്ട പ്രാദേശിക സർക്കാർ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്ത്, അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണമുള്ള ബ്ലോക്ക് പഞ്ചായത്തോ ഇന്നേ വരെ അത് പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ ഒരു രേഖാപരമായ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇടതുപക്ഷം അലനല്ലൂർ പഞ്ചായത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ആ ഭരണസമിതിയുടെ പ്രാഥമികമായ പരിഗണനകളിൽ ഒന്ന് ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ കിടത്തി ചികിത്സാ കേന്ദ്രമാക്കി മാറ്റാൻ ആവശ്യമായ സർക്കാർ നടപടികൾ ഉണ്ടാക്കാൻ ഉള്ള ബന്ധപ്പെടലാവും, അതിനുള്ള ഇടപെടലാവും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർച്ചയായും അത്തരമൊരു സംവിധാനം രൂപപ്പെടുത്തിയെടുക്കും എന്നാണ് ഇടതുപക്ഷത്തിന് പറയാനുള്ളത്. ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ CPIM-ൻ്റെ സ്ഥാനാർത്ഥിത്വം കൂടുതലും യുവാക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് പാർട്ടി കരുതി കൂട്ടിയുള്ളൊരു തീരുമാനമാണ്. പാർട്ടി സ്വാഭാവികമായിട്ട് എല്ലാ തലത്തിലുള്ള തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുമ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ മുമ്പിലുള്ള ഒരു അജണ്ട. ആ നാടിന് ആവശ്യമുള്ള, അവർക്ക് ആക്സസിബിളായ, ഏത് കാര്യത്തിനും അവർക്ക് ആശ്രയിക്കാൻ കഴിയാവുന്ന, നാട്ടുകാരെ സഹായിക്കാൻ കഴിയാവുന്ന ചെറുപ്പക്കാരെ കൊണ്ടുവരിക എന്നതാണ് പാർട്ടിയുടെ നയം. അതിനുവേണ്ടിയുള്ള ബോധപൂർവമായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൻകുണ്ടിലെ അൻഷാദ് ആണെങ്കിലും, അപ്പുറത്തെ ആളിക്കുന്ന് വാർഡിലുള്ള അൻഷാദ് ആണെങ്കിലും, അങ്ങനെ ഏത് സ്ഥാനാർത്ഥി എടുത്ത് പരിശോധിച്ചു പരിചയസമ്പന്നരായ ചില ആളുകളുടെ സഹായം വേണ്ടി വരും. അത്തരം ആളുകളും ഇതിലുണ്ട്. എന്നാൽ ചുറുചുറുക്കുള്ള, നാടിന് ആവശ്യമുള്ള പ്രവർത്തനം ഏറ്റെടുക്കുന്ന ചെറുപ്പക്കാരെ ബോധപൂർവം പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ്.